ശനിയാഴ്ച മട്ടനാണ്. മട്ടൻ ഞാൻ വാങ്ങിയിട്ട് തന്നെ 5-6 കൊല്ലമായി. വീട്ടിൽ വാങ്ങൂലല്ലോ, നമ്മൾ പഞ്ഞിക്കോഴിയല്ലേ വാങ്ങുള്ളൂ. ജയിലിലെ ഫുഡ് മെനു കാണുമ്പോൾ ജയിലിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ട്രോളുകൾ വരാറുണ്ട്. അത് നല്ലതാണോ? ജയിലിൽ നല്ലത് തന്നെയാണ്, നല്ലത് തന്നെ. യു ക്യാൻ ട്രൈ ഇവൺ. 2 ദിവസം ഫിഷാണ്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഫ്രഷ് ഫിഷ്, 100 ഗ്രാം ഫിഷാണ് കിട്ടുന്നത്. എല്ലാ ജയിലും ഒരുപോലെയാണ്. ശനിയാഴ്ച മട്ടനാണ്. മട്ടൻ ഞാൻ വാങ്ങിയിട്ട് തന്നെ 5-6 കൊല്ലമായി. വീട്ടിൽ വാങ്ങൂലല്ലോ, നമ്മൾ പഞ്ഞിക്കോഴിയല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ മട്ടനാണ്. അതൊക്കെ വേണമെങ്കിൽ പരിഷ്കരിക്കാം. ഇവിടെ അങ്ങനെയാണ്. അത് നമ്മൾ പണ്ട് ബീഫല്ല മട്ടനാണ്, അല്ലെങ്കിൽ ചിക്കനല്ല. അപ്പോൾ പറയുന്ന ആൾക്കാർ പറയുന്നത് ഈ ജയിലിലോട്ട് പോയ കൊലപാതകളെ കുറച്ച് അത് കഴിയുമ്പോഴേക്കും നല്ല വണ്ണം വെച്ച് നല്ല ആൾക്കാർ അതിനെതിരെ ഇങ്ങനെ അറിയണ്ടോ? അതുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ജയാനന്ദൻ്റെ കേസൊക്കെ വന്നല്ലോ. അല്ല, അവിടെ ഈ പറയുന്ന ജയിലിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് പോഷകാഹാരമുള്ള ഡയറ്റ് തന്നെയാണ്. അവർ ക്ഷീണം ഉണ്ടാവരുതെന്ന് കഴുകുന്ന ഡയറ്റ്. അല്ല, അതാണ് ഞാൻ പറയണത്. ഇപ്പം ഈ പറയുന്ന ഇതൊക്കെ റൂൾ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതോ ആളുണ്ടാക്കിയതോ ദാറ്റ്സ് ദ റൂൾ. ഞങ്ങൾ ആസ് എ ഗവൺമെൻറ് സർവൻറ്റ് അല്ലെങ്കിൽ കറക്ഷൻ ഓഫീസർ വാട്ട് ഈസ് റിട്ടൺ ദ റൂൾ, അത് ഞങ്ങൾ പാലിക്കണം. അത് ചെയ്യാനുള്ള ചെയ്യേണ്ടത് അതുകൂടെ. പക്ഷെ അതിലൊരു ഇതിലുണ്ട്. ഉദാഹരണമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല, അല്ല കിട്ടുന്നുണ്ട്. ആശുപത്രിയിലോ മറ്റോ കിട്ടുന്ന ആൾക്ക് കിട്ടുന്നില്ല. അതിൽ മാറ്റം വരുത്താവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ മാൻ പവറിനെ പരമാവധി സ്ക്യൂസ് ചെയ്യണം. എന്നിട്ട് ജയിലിലേക്കുള്ള ചിലവുകൾ കുറയ്ക്കണം. ഉദാഹരണമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് വ്യൂ സെൻട്രൽ ജയിലിൽ ഒരു മാസം ഞങ്ങൾക്ക് 12 lakhs വെജിറ്റബിൾ മാത്രം വേണം. വെജിറ്റബിൾ മാത്രം ഹോർട്ടികോർപ്പിൽ നിന്ന് വാങ്ങുന്നത്. കഴിഞ്ഞ കൊല്ലം അവിടെ ഉണ്ടാക്കിയത് 65 tons ഓഫ് വെജിറ്റബിൾസ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ പെർ മന്ത് ഒരു 6 ലക്ഷത്തിൻ്റെ 5-6 ലക്ഷത്തിൻ്റെ ഇത് 50% അബോവ് ഞങ്ങളത് കാറ്റർ ചെയ്തു. ഐ മീൻ ഞങ്ങളത് ഉണ്ടാക്കി ഉൽപ്പാദിച്ചു, ഉപയോഗിച്ചു. പാലും 100% സ്വയം പര്യാപ്തമാണ് അവിടെ. അതായത് ഞങ്ങൾക്കവിടെ പാലെന്ന് പറയുന്നത് ചായയിലേക്ക് എത്ര 12 ml കാലത്തും 12 ml അത്രയുമാണ്. പിന്നെ തൈര്, അങ്ങനെ 2 സ്ഥലത്താണ് കൊടുക്കുന്നത്. അതാണ് മെനു. പാല് ഞങ്ങൾ മുഴുവൻ ഞങ്ങൾ ദിവസം 120 ലിറ്റർ പാല് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ അനിമൽ ഹസ്ബൻഡറി കുറേ ഈ പോർക്ക് വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിനെ വിൽക്കുന്നുണ്ട് ഞങ്ങൾ. വ്യൂ സെൻട്രൽ ജയിലിലെ ടോട്ടൽ കോമ്പൗണ്ട് വരുന്നത് 138 acres ആണ്. വെച്ചാൽ വത്തിക്കാനേക്കാൾ വലുത്. വത്തിക്കാൻ 101 ഏക്കറേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പോപ്പാണ്, 1.5 പോപ്പെങ്കിലുമാണ്. പക്ഷേ ഇതിനകത്ത് 5 ജയിലുണ്ട്. വ്യൂ സെൻട്രൽ ജയിലുണ്ട്, ഹൈ സെക്യൂരിറ്റി ജയിലുണ്ട്, സബ് ജയിലുണ്ട്, വിമൺ പ്രിസൺ ഉണ്ട്, ഡിസ്ട്രിക്ട് ജയിലുണ്ട്, അങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കൾട്ടിവേഷന് പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി കാട്ടുപന്നി പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാണ്. അതൊക്കെയുണ്ട്. ഇതിൻ്റെയൊക്കെ നിന്നുകൊണ്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ ആരും ചോദിക്കാനും വരും. ഇപ്പോൾ ഇതേപോലെ ഞാൻ ഈ പറയുന്നില്ല, ഈ തള്ളുകൾ ചെയ്യുന്നുണ്ടല്ലോ. 65 tons ഉണ്ടാക്കി, ഓക്കെ, ഞാൻ 30 ton ഉണ്ടാക്കിയുള്ളൂ, കുഴപ്പമൊന്നുമില്ല, ആരും ചോദിക്കൊന്നുമില്ല. ഈ ജയിലെന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി വിടുന്ന ഒരു സ്ഥലം. അവിടെ ഇതൊരു ജയിലൊരു ശിക്ഷ ആണോ? ഇങ്ങനെ ഇത് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, അവിടെ കുറെ റിഫോർമേറ്റീവ് പ്രോസസ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ശിക്ഷയായിട്ട് തോന്നുന്നുണ്ട് ജയിലിൽ പോകുന്നതെന്ന് പറയുന്നത്. എന്താ പറയാ, prisoners are coming as punishment, not for punishment എന്നാണ് തിയറി. അവിടെ വരുന്നതാണ് ശിക്ഷ. അവൻ്റെ അവിടെ വന്ന് കോർട്ട് ഓഫ് ലോ അവൻ്റെ നിന്നുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിനെയാണ് പിടിച്ചു മാറ്റിയിരിക്കുന്നത്. എൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനെ എടുത്ത് കളഞ്ഞിരിക്കുക. അവന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. നമ്മളെ ഒരു 5 star സ്യൂട്ടിനകത്ത് നമ്മളെ ഇട്ടൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് തരും, പക്ഷെ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. എത്ര ദിവസം ഇരിക്കാൻ പറ്റും? നിങ്ങൾക്ക് മൊബൈൽ ഫോണും തന്നിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. 5 star സ്യൂട്ട്, എനി ഫുഡ് കിട്ടും, പക്ഷേ ലോക്ക് ഫ്രം ഔട്ട്സൈഡ്. എത്ര ദിവസം പറ്റും? ചെറുതല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചെറുതല്ല. നമുക്ക് ഇഷ്ടമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് വരുന്ന പോലെ പൂട്ടിയിടുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതൊക്കെ പറയുന്ന സൗകര്യമൊക്കെ ഉണ്ട്. 6 മണിക്ക് ലോക്കപ്പ് ചെയ്തു, പൂട്ടി, ടിങ് എന്നിട്ട് പൂട്ടി. അപ്പോൾ പണ്ട് ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ജയിലിലേക്ക് സമരം ചെയ്തു വരുമല്ലോ. ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ട്രഷറി ഓഫീസർ, അന്നത്തെ
അപ്പോൾ നമുക്കറിയാം നമുക്ക് കൂടി വേണ്ടി സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കിട്ടിയാൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടണം ഒക്കെ നമുക്ക് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ അവരെ പുറത്ത് വിടും. പിന്നെ ഫുൾ ഫ്രീഡം നമ്മൾ മാക്സിമം പത്രം വേറെ സാധനം കൊടുക്കുന്നില്ല, എന്നാൽ അതിനകത്തുള്ള ഫ്രീഡം. പക്ഷെ 6 മണിയാകുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്കാരൻ വന്നു, ആ ബ്ലോക്കിൽ കയറി ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു, എണ്ണി. അവിടെ എണ്ണമാണ് ഇതിനകത്ത് എത്ര 80 എണ്ണം. അതിൽ ട്രഷറി ഓഫീസറൊന്നോ മറ്റോടൊന്നുമില്ല, 80. അത് കഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ ആൾ പറയും അതങ്ങനെ ഇടുമ്പോൾ ഇവിടെ ഒരു വേദന വരും എന്ന് പറയും ആ ശബ്ദം കേൾക്കുമ്പോൾ. അതാണ് ഇൻകാർസറേഷൻ. അത് പക്ഷേ സ്ഥിരമായി വരുന്ന ജയിൽ പക്ഷികൾക്ക് പ്രശ്നമൊന്നുമല്ല, അല്ലാത്തൊരാൾക്ക് ഇത് പ്രശ്നമാണ്. അപ്പോൾ പൊതുജനങ്ങൾ പൊതുജനങ്ങൾ എന്നോട് ചോദിക്കുന്നു ഇങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്, ചെറുതല്ല. സാർ ഇപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റിന് എതിരാണെന്ന് പറഞ്ഞു. അതെ. പക്ഷേ നമ്മുടെ ഈ ജിഷ വധക്കേസിലെ പ്രതിയും ഗോവിന്ദചാമിയൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് നല്ല സിനിമാറന്മാരെ പോലെ സുന്ദരന്മാരായിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അത് ഈ പറഞ്ഞ ശരിയാണ്. ജയിലിനകത്ത് നല്ല ഫുഡുണ്ട്, അതിനോട് എന്താ പറയുക, ഉദാഹരണമായിട്ട് ജയിലിനകത്ത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് റിഗ്രസ് ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, സിമ്പിൾ ഇംപ്രിസൺമെൻറ്റും ഉണ്ട്. റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് ഹി ഹാസ് ടു വർക്ക്, മറ്റൊന്നും വേണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ജയിലിൽ പറയുന്ന കഠിന വർക്കുകളൊന്നും ഇല്ല. കിച്ചണിലാണ് കുറച്ചുകൂടി കഠിന വർക്ക് ഉണ്ടാവുക. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ ചെറിയ കൃഷിപ്പണി, ചെറിയ കാര്യങ്ങളൊക്കെയാണ്, ഈസി കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ജോലി കൊണ്ട് അവൻ്റെ ശരീരം അവനെ ദ്രോഹിക്കുക, അതൊന്നും പറ്റില്ല. അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നിയമം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരാൾ സമൂഹത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിനെതിരായിട്ടൊരു ഫൗൾ ചെയ്തു, ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരാളെ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ സാധനം ഒട്ടിച്ചു, ഫൗൾ ചെയ്തപ്പോൾ റെഫറി കോടതി യെല്ലോ കാർഡ് കാണിച്ചു, ആദ്യം റെഡ് കാർഡ് കാണിച്ചു, പുറത്താക്കി. ആ പുറത്താക്കിയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചിട്ടയായ ജീവിതം പഠിപ്പിക്കുന്നു, ഈ ചെറിയ വേതനത്തിന് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇപ്പം മാറി കേട്ടോ, ഇപ്പോൾ പുതിയ വേതനം മാറിയത് വേറെ ഡിഫറെൻ്റാണ്. അതിന് മുമ്പ് വരയ്ക്കും ഏറ്റവും ജയിലിലെ വേതനം എന്ന് പറയുന്നത് 67 രൂപ മുതൽ 170 വരെയാണ്. പല 67, 127, 141, 152, 170 ഈ പറയുന്നവർ ഫുഡ് ഇൻഡസ്ട്രി പെർ ഡേ. ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കും പിന്നെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും 170 വെച്ച് കൊടുക്കും. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ കഴിഞ്ഞ ഗവൺമെൻറ് പോയിട്ട് ഈ പറയുന്ന പേ ബാൻഡിന് 530, 560, 6 അല്ല ഇതായി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പേ ബാൻഡ് ഇപ്പോൾ 530, 560, 620 ഇന്ന് 3 പേ ബാൻഡിലേക്ക് മാറി. ജസ്റ്റ് 10 times. ഒറ്റ കഥ പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വിയൂർ സെൻട്രൽ ജയിലിലെ സാലറി എക്സ്പെൻസ് 10 CR ആണ്. സാലറി ഇതര എക്സ്പെൻസുകൾ, അതായത് തടവുകാരുടെ ഭക്ഷണം, വേതനം, മരുന്ന് എല്ലാ കുടച്ചക്കറും കൂടിയിട്ട് അഗെയിൻ ഒരു 11 to 12 crores പെർ ഇയർ. ഇപ്പോൾ അഥവാ ലാസ്റ്റ് ഇയർ വിയൂർ സെൻട്രൽ ജയിൽ ഓടിക്കാൻ സർക്കാരിന് ഒരു 21 കോടി 22 കോടിയോ ചിലവായിട്ടുണ്ട്. ഈ കൊല്ലം വേതനം മാത്രം 10 കോടി വേണം, വിയൂര് മാത്രം. പ്രിസണേഴ്സിൻ്റെ ഇത് മാത്രം 10 കോടി വേണം. അഥവാ വിയൂർ സെൻട്രൽ ജയിലിൽ പെർ മന്ത് നമുക്കൊരു 16 lakhs ആയിരുന്നു വേജസ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇപ്പം 90 lakhs ഇത് 1 crore അടുത്ത്. അതെല്ലായിടത്തും എന്ന് പറയുമ്പോൾ സംസ്ഥാനം മൊത്തം നോക്കുമ്പോൾ അതിന് മുമ്പ് ഒരു മാസം 1.25 crores ആയിരുന്നു, ഇൻറ്റു 12 ആയിരുന്നു എന്നുള്ളത്. ഇപ്രാവശ്യം അത് ഇരട്ടി 100 കോടി രൂപ വേണം. ഇല്ല, ഇപ്പോൾ ബ്രേക്ക് ഈവൺ ആവില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രിയോ മറ്റോ കാര്യങ്ങളൊന്നും ആവില്ല, ബ്രേക്ക് ഈവൺ ആവില്ല നഷ്ടത്തിലാകുമ്പോൾ. അപ്പോൾ നഷ്ടത്തിലാകുമ്പോൾ പുതിയ ഓർഡർ വന്നിരുന്നു. അത് പഴയ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണോ ഈ ഗവൺമെൻറ് ഓർഡറാണോ അറിയില്ല. അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നിപ്പോൾ നമ്മളെന്താ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിലെ ലാഭത്തിൽ നിന്നാണ് എല്ലാ ചിലവുകളും എടുക്കുക, ഇൻക്ലൂഡിങ് ദെയർ വേജസ്. ഈ പ്രൊക്യൂർ ചെയ്യുന്നത്, റോ മെറ്റീരിയൽ, ഇവരുടെ വേജസ്, അവിടെ കുറച്ച് ഡെയിലി വേജസ് വെച്ചിട്ടുണ്ട്, അവരുടെ ശമ്പളം ഒക്കെ അതിൽ നിന്ന് എടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് നോക്കുക. അപ്പം ഇത് വർദ്ധിപ്പിച്ചപ്പോൾ നടക്കില്ല. അപ്പോൾ അവരുടെ വേതനത്തിന് അതിൽ നിന്ന് എടുക്കണ്ടെന്ന് വന്നേക്കിയപ്പോൾ ഫുഡിന് സബ്സിഡി കൊടുക്കുന്നത് പോലെ. അതായത് ഇതുവരയ്ക്കും ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നിൻ്റെ ലാഭത്തിൽ നിന്നാണ് അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേതനം കൊടുത്തിരുന്നത്. അങ്ങനെ ഇനി കൊടുക്കുകയാണെങ്കിൽ നടക്കില്ല, ബ്രേക്ക് ഈവൺ ആവില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വേതനം മറ്റു പോലെ കൊടുത്തോളാൻ ഗവൺമെൻറ് തന്നോളാമെന്ന്, ഇതിൽ നിന്ന് എടുക്കണ്ടെന്ന് എന്ന് പറഞ്ഞിരിക്കുക.
പുതിയ ഗവൺമെൻറ് എന്താ റിവ്യൂ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ഗവൺമെൻറ് സർക്കാർ ഇവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതാണോ ഈ ഡയറക്റ്റ് ആയിട്ട്? അല്ല, അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലും പെട്രോൾ ഇൻഡസ്ട്രിയിലും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സാണ്. അപ്പോൾ അതിലത്തെ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള അതിനകത്തുള്ള അഗ്രികൾച്ചറൽ വർക്ക് നടത്തുന്നതിനോ അല്ലെങ്കിൽ കിച്ചൺ വർക്ക് നടത്തുന്നതിനൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് വരുന്നുണ്ടല്ലോ, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 17 lakhs ആയിരുന്നു വിയു സെൻട്രൽ ജയിലിൽ ടോട്ടൽ വേതനമെങ്കിൽ അതിലൊരു 3 to 4 lakhs ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിരുന്നു. നമ്മുടെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ കിട്ടിയിരുന്നു. ബാക്കി 13 lakhs ഗവൺമെൻറ്റിന് വന്നു വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഫുള്ള് കൊടുക്കാൻ പോവാണെന്ന്. അത് അല്ല, അത് ലാഭത്തിൽ കിടന്നോട്ടെ എന്ന്. അപ്പം അങ്ങനെ ചെയ്താലേ നമുക്ക് 2-3 ചപ്പാത്തി കൊടുക്കാൻ പറ്റുള്ളൂ.